എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബേൽപൂരി പാനിപ്പൂരിയും കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മന്ദിരംകവലയിലുള്ള ഒരു ചെറിയൊരു കടയിൽ വന്നേക്കുവാണ്. ഇത് നടത്തുന്നത് രാജസ്ഥാൻകാരാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് ബേൽപൂരി കഴിക്കാൻ നമ്മൾ യോഗേഷ് ഭയ്യയുടെ കടയിലാണ് വന്നേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് ഇദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം യോഗേഷ് ഭയ്യ നമുക്ക് വേണ്ടി ബേൽപൂരി തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഭയ്യയോട് ഞാൻ ഹിന്ദിയിൽ ചോദിച്ച് മനസ്സിലാക്കി. അതിനായി നമുക്ക് വേണ്ടത് പാനിപ്പൂരിയുടെ ആ പൂരി ഇങ്ങനെ വറുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും, അത്, മിക്സർ, ബൂന്തി, തക്കാളി, സവാള കൊത്തി അരിഞ്ഞത്, സോസാണ് കലക്കുന്നത്. അതിനകത്തുനിന്ന് സോസിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് അവരുടെ തന്നെ ഇത് നന്നായിട്ട് അവർ മിക്സ് ചെയ്യും. കാരണം ഇതിൻ്റെ ഫ്ലേവർ എല്ലാ സ്ഥലത്തും എത്തണം. അതിനുവേണ്ടി നന്നായിട്ട് അത് ഇളക്കിയതിന് ശേഷം ഇവരുടെ തന്നെ ഒരു പാനിയുണ്ട്, അതായത് പുതിനയിലയും മല്ലിയിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുള്ളൊരു പാനി, അതായത് നമ്മൾ പാനിപ്പൂരിക്കകത്ത് ഇങ്ങനെ ഒഴിച്ച് തരുന്ന വെള്ളമില്ലേ, അതും കൂടി അതിനകത്ത് മിക്സ് ചെയ്യാറുണ്ട്. അതാണ് ആ സൈഡിൽ കാണുന്നത്, അതും അതിനകത്ത് ഒഴിക്കാറുണ്ട്. പിന്നെ ശരിക്കുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മഞ്ഞൾപ്പൊടിയും കൂടെ ഇവർ വീട്ടിൽ നിന്ന് തന്നെ അത് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ഇവിടെ വെച്ച് ഗ്യാസ് വെച്ച് ചൂടാക്കുക ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഇലകൾ, സവാള, പിന്നെ തക്കാളി എല്ലാം കൂടി ഇടും. എന്നിട്ട് അതും കൂടി നമ്മളെ ഇതിനകത്ത് ആഡ് ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ബേൽപൂരിയുടെ പ്രത്യേകത. അതും കൂടി ചേർന്നാലേ അതാവുള്ളൂ. നല്ല രുചിയാണ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി, സവോള അരിഞ്ഞതും കൂടി എല്ലാം അതിൻ്റെ പുറത്തും കൂടെ ഒന്നും കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിനി രണ്ടായിട്ട് ഞങ്ങൾക്കത് വീതിച്ച് തന്നു. അത് ഞങ്ങളിനി കഴിക്കാൻ പോവാണ്. ഹസ്ബൻഡാണ് ആദ്യം കൊടുത്തത്. എങ്ങനെയുണ്ട് ഭർത്തു? നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നമ്മുടെ മന്ദിരംകവലയിലുള്ള ബേൽപൂരി കടയാണ്. നമ്മളെല്ലാം മിക്ക ദിവസം ഇവിടുന്ന് കഴിക്കാറുണ്ട്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതും വരെ ബൈ ബൈ. പൂരിയാണേ. ആദ്യം സോസ് ഒഴിക്കും, പിന്നെ അതിൻ്റെ ആ സബ്ജി ഒഴിക്കും, പിന്നെ അതിലേക്ക് അവരുടെ ഒരു പാനിയുണ്ട്, അതും കൂടെ ഇട്ട്